ഹലോ ഗൈസ്, ഞാനിന്ന് പണിയൊന്നും ഇല്ലാത്തോണ്ട് വന്നതല്ല, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വന്നതാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? ലൈവ് ആണോടി? ആടാ ലൈവാ. ഹായ് ഗൈസ്, ഇത് എന്റെ ബ്രദറാണ് സഞ്ജു പി. അവന് ഇപ്പൊ നേരം വെളുത്തോളൂ, പല്ലേക്കായിരുന്നു. ഇപ്പൊ നേരം എടുത്തല്ല, അത് ഞാൻ PSC പഠിച്ച് കിടന്നപ്പം ലേറ്റ് ആയി, അപ്പൊ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി. അതെ അതെ, ഇപ്പൊ നേരത്തെ കിടന്ന് നേരം വൈകി എഴുന്നേക്കും അല്ലടാ? അല്ലല്ല, തിരിച്ചു പറ. ലേറ്റ് ആയി കിടന്ന് നേരം വേണം. ആ, അത് ഇവൻ ഇച്ചിരി തലതിരിഞ്ഞതായതുകൊണ്ടേ പറയണതൊക്കെ തലതിരിഞ്ഞു പോകും, അതാണ്. നീ എന്തോ രാവിലെ ലൈവ് ഉണ്ടാക്കി എനിക്ക് ചോറിയുന്ന? എടാ, നിനക്ക് കമന്റ് ഒക്കെ വന്നാണ്. എനിക്കെന്തോ കമന്റ്? നീതു, സഞ്ജു ഭയങ്കര ഗ്ലാമർ ആണല്ലോ, ക്യൂട്ടാണല്ലോ എന്നൊക്കെ. അത് പിന്നെ ഗൈസ്, ഞാൻ ഉണ്ടായപ്പോഴേ ക്യൂട്ടായിരുന്നു. ആൻഡ് ഈ സ്കിൻ എന്ത് ബാഡി. എടാ, വേറെയും കമന്റ് വന്നിട്ടുണ്ട്. എന്താ? സഞ്ജുവിന് താടി മീശയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനേന്ന്. താടി മീശ ഉണ്ട്. ഞാൻ ഇത് 4 ദിവസം മുന്നേ ഒന്ന് ഷേവ് ചെയ്ത്. ഇത് കണ്ടില്ലേ, കുറ്റിയൊക്കെ വരുന്നുണ്ട്. താടി മീശ ഉണ്ട്. അല്ല ഗൈസ്, ഇതേ പാരമ്പര്യമായിട്ട് അച്ഛന് താടി മീശയൊന്നുമില്ല, അതുപോലെ തന്നെ ഇവനും താടി മീശയൊന്നും ഇല്ല, ഇനി വരാനും സാധ്യതയില്ല. നീ ലൈവ് വന്നോണ്ട് കുടുംബക്കാരെ കുറ്റം പറയുന്ന? എടാ, വേറൊരു കമന്റ് വന്നിട്ടുണ്ട്. എന്ത്? കട്ട താടി മീശയാണ് പുരുഷത്വത്തിന്റെ ലക്ഷണം. ഇവന് പുരുഷത്വം ഇല്ലേ? എടാ ഇല്ലേ പുരുഷത്വം? അതാരാ പറഞ്ഞത്? അത് ബാബു PT. എടാ, നീയൊക്കെ ഏത് നൂറ്റാണ്ടി ജീവിക്കുന്നവരാണ്? താടി മീശ നീയൊക്കെ നിന്റെ വീട്ടിലെ പുരുഷത്വം തുടങ്ങുന്ന താടി മീശ നോക്കിയിട്ടാണ്. ഏത് ഓണം കേട്ട മൂരെന്ന് വരുന്നത്? ഇവിടെ ഫോളോവേഴ്സ് ഒക്കെ ഒരു മറ്റോടത്തെ ലൈവും നിന്റെ കുറെ കമന്റോളി കുറെ യൂട്യൂബേഴ്സും. എന്റെ ലൈവ് കട്ട് ചെയ്യാൻ പറഞ്ഞേ? ലൈവ് വരുന്ന ഈ വെളുപ്പിനെ കുടുംബശ്രീ ഉണ്ടാക്കുന്ന പിന്നെ ലൈവില് കമന്റ് ഒക്കെ വരില്ലേ? നിന്റെ കണ്ണൊക്കെ എന്താ ചോന്ന് നടക്കുന്നത്? നീ രാത്രി എന്താണ് ഈ പരിപാടി? ഇത് കാരണമൊന്നും അല്ല. ഒന്ന് പോയാടാ അവിടുന്ന്. ഇനി മേലായി കുന്നുകൊണ്ട് എന്റെ മുന്നിൽ അങ്ങനെ വന്നോണ്ടല്ലോ, അവിടെ ലൈവും കുറെ പുരുഷത്വം തോടി മീശ കണ്ട പെമ്പിളേര് നല്ല ഡയലോഗ് ഒക്കെ പറഞ്ഞപ്പോ അങ്ങ് സുഖിച്ചല്ലോ. സത്യം പറയുമ്പോ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ കുറെ സാബും ബാബും വന്ന് പിന്നെ ഓരോന്നടിക്കുമ്പോ ഞാൻ കേട്ടോണ്ട് നിൽക്കണം. നിനക്ക് താടി മീശില്ലാത്തിന് നീ എന്തിനാടാ എന്നെ മെക്കിട്ട് പറഞ്ഞേ? നിനക്കും ഇല്ലല്ലോ താടി മീശ. എനിക്ക് എന്തിനാടാ താടി മീശ? ഞാൻ പെണ്ണല്ലേ? നിന്നെ സ്വഭാവം അങ്ങനെ ആണല്ലേ, ഒരു താടി മീശം കൊണ്ടൊന്ന് വെച്ച് പിടിപ്പിയില്ലേ, എന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോ. നിനക്ക് ഒരു കാലത്തും താടി മീശം വരണം. കാണിച്ചു തരാടി, എനിക്ക് താടി മീശം വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ വെളുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ശാന്തിയായിട്ട് നിൽക്കുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല മറുപടി, കേട്ടാ? നിന്റെ ശാന്തി ഞാൻ കേട്ടു. ഇടി അടുക്കളയിൽ പോയി വല്ല സഹായിക്കടി. രാവിലെ ലൈവ് ഉണ്ടാക്കുന്നത് വല്ല പൈസ കിട്ടും? അതുമില്ല. കിട്ടും. എവിടുന്ന് എന്ത് കിട്ടും? എടി പോടി. പോടാ, പോയി പല്ലേക്കടാ മര്യാദക്ക്. മാറിയിട്ട് വെള്ളം പല്ലേക്കടാ, മര്യാദക്ക് പല്ലേക്കടാ. മനസ്സിലെങ്കിലോ? പോടാ.